ഒരൊറ്റ ചോദ്യം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്താണോ ഇന്ന് നിങ്ങളുടെ ജീവിതം? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണോ ഇന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണോ ഓരോ ദിവസവും ഇന്ന് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമുക്ക് പലപ്പോഴും ജീവിതത്തിൽ തോന്നുന്ന ഒരു കാര്യമുണ്ട്, ദിസ് ഈസ് നോട്ട് മീ. ഇങ്ങനെയല്ല ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. സംതിങ് ഈസ് മിസ്സിങ്. എന്തോ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ നിന്ന് മിസ്സിങ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണണം. പീറ്റർ ഡ്രക്കർ പറയുന്നുണ്ട്, ദ ബെസ്റ്റ് വേ ടു പ്രെഡിക്റ്റ് യുവർ ഫ്യൂച്ചർ ഈസ് ടു ക്രിയേറ്റ് ഇറ്റ്. നമ്മുടെ ഭാവി നമ്മളാണ് സൃഷ്ടിക്കുന്നത്. നാളത്തെ ഞാനും നാളത്തെ നീയും നമ്മുടെ പ്രവൃത്തികളുടെയും നമ്മളുടെ ചിന്തകളുടെയും നമ്മുടെ ഇന്നത്തെ ഹാർഡ് വർക്കിൻ്റെയും ഒരു ഫലമാണ്. മനുഷ്യന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമുണ്ട്, കാത്തിരിക്കുക എന്ന് പറയുന്നത്. ഏറ്റവും നല്ല അവസരം വരും, ഏറ്റവും നല്ല ഐഡിയ വരും, ആരെങ്കിലുമൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് എനിക്ക് ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്തു തരും, എനിക്ക് ഏറ്റവും നല്ല സംഭവങ്ങൾ ജീവിതത്തിൽ കൊണ്ടുതരും. നമ്മൾ വലിയ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടിയിട്ട് ഓരോ ദിവസവും കാത്തിരിക്കുകയാണ്. വി തിങ്ക് സം ഡേ, എപ്പോഴെങ്കിലും എന്തെങ്കിലും ഞാനിതൊക്കെ ചെയ്യും. അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ഇന്ന് വരെ ചെയ്തിട്ടില്ല. ഇനി ചെയ്യാനുള്ള സാധ്യതയും വളരെ കുറവാണ്. ഈ ബിഗ് ഐഡിയ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. ടുഡേ ഈസ് എ റിഫ്ലക്ഷൻ ഓഫ് ടുമാറോ. ഇന്ന് എന്ന് പറയുന്നത് നമ്മൾ നാളെ ഇന്ന് ചെയ്യുമെന്നുള്ളതിൻ്റെ കണ്ണാടിയാണ്. ഇറ്റ് ഈസ് എ റിഫ്ലക്ഷൻ ഓഫ് ടുമോറോ. ഇന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചൂണ്ടുന്നത് നാളത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെയാണ്. നമ്മൾ ഇന്നെങ്ങനെ ജീവിക്കുന്നോ അതുപോലെ തന്നെയായിരിക്കും ഒരു 90% ഇനി മുമ്പോട്ടുള്ള നമ്മുടെ ജീവിതവും. അതുകൊണ്ടാണ് നമ്മളൊരു ആക്ഷൻ എടുക്കേണ്ടത്, നമ്മളൊരു തീരുമാനം എടുക്കേണ്ടത്. ഇഫ് യു വാണ്ട് ടു ചേഞ്ച്, ഇറ്റ് ഈസ് ടുഡേ ആൻഡ് ഇറ്റ് ഈസ് നൗ. കാരണം ഈ മാറ്റം എന്ന് പറയുന്നത് ഒരേ ഒരു കാര്യത്തെ മാത്രം ആശ്രയിച്ചാണ് നിൽക്കുന്നത്, നിങ്ങളുടെ തീരുമാനം. ആ നിങ്ങളെന്ന് പറയുന്നത് ഇന്നും നാളെയും ഒരാൾ തന്നെയാണ്. ഇറ്റ് ഈസ് ജസ്റ്റ് യു. ഇറ്റ് ഡിപ്പെൻഡ്സ് ജസ്റ്റ് ഓൺ യു. എത്ര നാൾ നമ്മൾ കാത്തിരിക്കും? ജീവിതം എല്ലാ കാലത്തേക്കും ഇങ്ങനെ വെറുതെ മുമ്പോട്ട് ഒഴുകി പോകുന്ന ഒരു സംഭവമല്ല. ദെർ ഈസ് സംതിങ് ടിക്കിംഗ് ബിഹൈൻഡ് അവർ ഹെഡ്സ്, ടൈം. നമ്മൾ ചിന്തിക്കുമ്പോഴും നമ്മൾ കാത്തിരിക്കുമ്പോഴും സമയം പതുക്കെ പതുക്കെ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെയ്തു നോക്ക്, ചിലപ്പോൾ വർക്കൗട്ട് ആവില്ല, ചിലപ്പോൾ പരാജയപ്പെടും, ചിലപ്പോൾ തോൽക്കും. ബട്ട് ദാറ്റ് ഈസ് ഇറ്റ്. നമ്മൾ ട്രൈ ചെയ്തു, എന്നിട്ടും വർക്കൗട്ട് ആയില്ലെങ്കിൽ ഇറ്റ് ഈസ് ഫൈൻ. പക്ഷേ നമ്മൾ ശ്രമിക്കാതെ, നമ്മളൊരു സ്റ്റെപ്പ് പോലും വെക്കാതെ, നമ്മളൊരു ചെറിയ ഹാർഡ് വർക്ക് പോലും ചെയ്യാതെ എങ്ങനെ നമ്മൾ വിജയിക്കും? ദി ചാൻസസ് ആർ വെരി ലോ. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ നമ്മൾ എങ്ങനെയാവും? ദി ചാൻസസ് ആർ വെരി ലോ. നമ്മൾ ചെയ്തിട്ടും ചിലപ്പോൾ നടന്നില്ല എന്നൊക്കെ വരും. പക്ഷേ പരിശ്രമിച്ചില്ലെങ്കിൽ നടക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. സാധ്യതയില്ല. ഇറ്റ് വിൽ നോട്ട് ഹാപ്പൻ അൺടിൽ യു ഡു ഇറ്റ്. വിൻസെൻ്റ് ലൊംബാർഡി എന്ന് പറയുന്നത് അമേരിക്കൻ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ വ്യക്തിത്വങ്ങളിൽ ഒന്നാണ്. വളരെ പ്രശസ്തനായ ഒരു മനുഷ്യൻ. അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് കഴിവുള്ള പലരും പരാജയപ്പെട്ടു പോകുന്നത്? എന്തുകൊണ്ടാണ് ചില കളിക്കാർ മാത്രം മുമ്പിലെത്തുകയും ചിലർ പിന്നിലായി പോവുകയും ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ ഉത്തരം വളരെ മനോഹരമാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഈ രണ്ടു പേരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ടാലൻറ്റിൻ്റെ കാര്യത്തിലല്ല, കഴിവിൻ്റെ കാര്യത്തിലല്ല, അവരുടെ അറിവിൻ്റെ കാര്യത്തിലുമല്ല. ഇറ്റ് ഈസ് നോട്ട് എ ലാക്ക് ഓഫ് നോളജ് ഓർ നോട്ട് എ ലാക്ക് ഓഫ് സ്ട്രെങ്ത്, ലാക്ക് ഓഫ് വിൽ. മനസ്സിൻ്റെ തീരുമാനമെടുക്കാനുള്ള, ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ആ കഴിവിലാണ് വ്യത്യാസം. കാരണം മനുഷ്യനറിയാം അവൻ എന്താണ് ചെയ്യേണ്ടതെന്ന്, പക്ഷെ അവനത് ചെയ്യുന്നില്ല. അവൻ്റെ തലയിലുണ്ട് എന്താണ് ഇന്ന് ചെയ്യേണ്ടതെന്ന്, പക്ഷെ അവനത് ചെയ്യുന്നില്ല. അതിനുള്ളൊരു വില്ലിങ്നെസ് കാണിക്കുന്നില്ല, അതിനുള്ളൊരു മൈൻഡ് സെറ്റ് ഇല്ല. ഇങ്ങനെ കണ്ടാൽ നമുക്ക് കുറേ കൂടി ഇതിനെ മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് നല്ലവണ്ണം ദാഹിക്കുന്നുണ്ട്, എൻ്റെ കയ്യിൽ കുപ്പിയുണ്ട്, എനിക്കറിയാം അത് തുറന്ന് ഞാൻ കുടിക്കണമെന്ന്, പക്ഷേ അത് ഞാൻ ചെയ്യുന്നില്ല, അവിടെ ദാഹിച്ചിരിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു മണ്ടത്തരമായിട്ട് തോന്നുന്നുണ്ടാവും. കയ്യിൽ കുപ്പിയുണ്ട്, തുറക്കണമെന്നറിയാം, ദാഹിക്കുന്നുണ്ട്, എന്നിട്ടും അത് ചെയ്യുന്നില്ല. ഇത് തന്നെയാണ് ഓരോ ദിവസവും മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വി ലവ് വെയിറ്റിംഗ്. ആരെങ്കിലും വന്ന് ആ കുപ്പിയൊന്ന് തുറന്നു തരാൻ. എവറിത്തിങ് സ്റ്റാർട്ട്സ് ഫ്രം ദ മൈൻഡ് സെറ്റ്. നമ്മുടെ മടിയിൽ നിന്ന് പുറത്തു പോയി കാര്യങ്ങൾ ചെയ്യാനുള്ള മൈൻഡ് സെറ്റ്. ജോർജ് ബെർണാഡ് ഷാ പറയുന്നുണ്ട്, ഡോണ്ട് വെയിറ്റ് ഫോർ ദ റൈറ്റ് ഓപ്പർച്യൂണിറ്റി, ക്രിയേറ്റ് ഇറ്റ്. സോ സ്റ്റോപ്പ് വെയിറ്റിംഗ്. ജീവിതം മാറ്റണമെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ചെയ്തു തുടങ്ങണമെങ്കിൽ ഇറ്റ് ഈസ് ടുഡേ, ഇന്നാണ്. നെവർ ഫോർഗെറ്റ്, വൺ ലൈഫ്, വൺ ചാൻസ്. ദ ടൈം ഈസ് ടിക്കിംഗ്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ ഇൻസ്പയർഡ്.